നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇറാൻ ചോരക്കളം. ഇറാനിൽ തീമഴ പെയ്യിച്ച് അമേരിക്ക. ശരിയായിരിക്കാം. കാരണം പശ്ചിമേഷ്യയിൽ യുദ്ധം നിയന്ത്രണ വിധേയമാകുന്നു. നിയന്ത്രണം വിട്ടുള്ള യുദ്ധം വല്ലാതെ കൊടുമ്പിരിക്കൊള്ളുന്നു. പശ്ചിമേഷ്യയിൽ ഇങ്ങനെ ഇറാൻ ചോരക്കളമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇറാനിൽ തീമഴ പെയ്യിച്ച് യുദ്ധം ചെയ്യുകയാണ് അമേരിക്ക. ഇറാനെതിരെ തുടർച്ചയായിട്ടുള്ള 11ാമത്തെ രാത്രിയിലും ശക്തമായിട്ടുള്ള വ്യോമാക്രമണം പൂർത്തിയാക്കിയതായിട്ട് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നു. ജൂലൈ 21 രാത്രി 8:15 നടപ്പിലാക്കിയ ആക്രമണത്തിൽ ഇറാനിയൻ സൈനിക പ്രവർത്തന കേന്ദ്രങ്ങൾ, വിമാന ഹാങ്കറുകൾ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യങ്ങൾ, സമുദ്ര ശേഷികൾ എന്നിവയാണ് അമേരിക്കൻ സൈന്യം ലക്ഷ്യമിട്ട് മിസൈലുകൾ വാരിയെറിഞ്ഞത്. ഹോർമൂസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകൾക്ക് ഭീഷണിയാകുവാനുള്ള ഇറാൻ്റെ സൈനിക ശേഷി തകർക്കുകയാണ് ഈ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നതും അതുകൊണ്ടാണ്. കഴിഞ്ഞ 3 മാസത്തിനിടെ പ്രസ്തുത ജലപാതയിലൂടെ കടന്നുപോയ 30-ലധികം വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതായിട്ട് കമാൻഡ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അന്താരാഷ്ട്ര നാവിഗേഷൻ സ്വാതന്ത്ര്യത്തിന് ഭീഷണിയായിട്ടുള്ള ഇത്തരം നടപടികൾക്കിടയിലും കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല എന്നും മെയ് ആദ്യം മുതൽ ഏകദേശം 900 വാണിജ്യ കപ്പലുകളുടെയും 450 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയുടെയും സുരക്ഷിതമായിട്ടുള്ള ഗതാഗതം അമേരിക്കൻ സൈന്യം ഉറപ്പാക്കിയിട്ടുണ്ട് എന്നും അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുകയാണ്. ഏപ്രിലിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ തകർന്നതിനെ തുടർന്ന് ജൂലൈ മുതൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആക്രമണങ്ങൾ വീണ്ടും ശക്തമാവുകയായിരുന്നു. സംഘർഷം നിയന്ത്രണാതീതമായി പടരുകയാണ് എന്ന് സെനറ്റർ പാറ്റി മുറേ ഉൾപ്പെടെയുള്ള ഡെമോക്രാറ്റുകൾ മുന്നറിയിപ്പ് നൽകുകയും യുദ്ധത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് വ്യക്തതയില്ലാത്തതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. സംഘർഷത്തിൽ 3 അമേരിക്കൻ സൈനികർ കൂടി കൊല്ലപ്പെട്ടതായിട്ട് അമേരിക്ക തന്നെ അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. ഇതോടെ ജൂലൈ ആരംഭം മുതൽ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ എണ്ണമെന്ന് പറയപ്പെടുന്നത് 17 ഉയർന്നിരിക്കുന്നു. പരിക്കേറ്റവരുടെ എണ്ണം 100-ലധികമാണ്. യുദ്ധം 5ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ 17 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു. മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടങ്ങിയ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ വിറങ്ങലിച്ചു നിൽക്കുന്നു. ടെഹ്റാൻ്റെ തിരിച്ചടിയിൽ തകർന്ന് തരിപ്പണമാകുന്ന അമേരിക്ക. ഇതിനിടയിൽ വൈറ്റ് ഹൗസിനെ വിറപ്പിച്ചുകൊണ്ട് പുതിയ പോൾ സർവേ വിവരങ്ങളടക്കം പുറത്തു വരികയാണ്. അതായത് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ജനപ്രീതി എന്ന് പറയപ്പെടുന്ന കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു. സ്വന്തം അനുഭാവികളും സ്വന്തം പാർട്ടിക്കാരും വരെ ട്രംപിനെ കൈവിട്ടിരിക്കുന്നു. വെടിനിർത്തൽ ധാരണ തകർന്നതിനെ തുടർന്ന് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നയങ്ങൾക്കെതിരെ രാജ്യത്ത് ജനരോഷം ശക്തമാക്കുകയാണ്. ഡെയിലി മെയിൽ, ജെയിൽ പാർട്ട്നേഴ്സ് നടത്തിയ പുതിയ സർവേ പ്രകാരം ട്രംപിൻ്റെ യുദ്ധനയങ്ങളെ വെറും 32% ആളുകൾ മാത്രമാണ് പിന്തുണയ്ക്കുന്നത്. അതേസമയം സൈനിക നടപടി തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് 49% പേർ അഭിപ്രായപ്പെടുകയാണ്. യുദ്ധത്തിൽ 17 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ട്രംപിൻ്റെ മൊത്തത്തിലുള്ള ജനപ്രീതി 44% ഇടിഞ്ഞു കഴിഞ്ഞു. ജനുവരിയിൽ തുടക്കപ്പെട്ട സൈനിക ഇടപെടലിനോട് വോട്ടർമാർക്കിടയിൽ വലിയ എതിർപ്പാണ് നിലനിൽക്കുന്നത്. സ്വന്തം പാർട്ടി അനുഭാവികൾക്കിടയിലും ട്രംപിനുള്ള പിന്തുണ എന്ന് പറയപ്പെടുന്ന മുൻമാസങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്നതായിട്ട് സർവേ വ്യക്തമാക്കുകയാണ്. സമീപ ഭാവിയിലൊന്നും ഈ രക്തച്ചൊരിച്ചിൽ അവസാനിക്കില്ല എന്നാണ് ഭൂരിഭാഗം അമേരിക്കക്കാരുടെയും വിലയിരുത്തൽ. സമാധാന കരാറിലെത്താൻ 1 വർഷത്തിലധികം സമയമെടുക്കുമെന്ന് 26% പേരും, എത്ര നാൾ യുദ്ധം നീണ്ടു നിൽക്കുമെന്ന് വ്യക്തതയില്ല എന്ന് 32% പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. 1 മാസത്തിനകം സമാധാന കരാർ ഉണ്ടാകുമെന്ന് 5% പേർ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് പോലും. സംഘർഷം വീണ്ടും രൂക്ഷമായതിൻ്റെ പ്രധാന ഉത്തരവാദിത്തം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണ് എന്ന് 32% വോട്ടർമാർ വിശ്വസിക്കുകയാണ്. അതേസമയം 19% പേർ മാത്രമാണ് ഇതിൽ ഇറാൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത്. ഇറാൻ്റെ പാലങ്ങളും ഊർജ്ജ നിലയങ്ങളും തകർത്ത് ചർച്ചകൾക്ക് നിർബന്ധിതരാക്കുന്ന US തന്ത്രത്തിന് അമേരിക്കൻ പൊതുസമൂഹത്തിൽ പരിമിതമായിട്ടുള്ള പിന്തുണ മാത്രമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ജോർദാനിൽ നടന്ന ഇറാൻ്റെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിൽ 2 അമേരിക്കൻ സൈനികർ കൂടി കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്ത അത് സ്ഥിരീകരിക്കുകയാണ് US സെൻട്രൽ കമാൻഡ്. അമേരിക്കൻ സൈനികരുടെ മരണത്തിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപ് ഇറാനോട് അതിരൂക്ഷമായിട്ട് പ്രതികരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഓരോ അമേരിക്കൻ സൈനികൻ്റെ മരണത്തിനും ഇറാൻ വൻ വില നൽകേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇതിനുള്ള നിർദ്ദേശം പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗ്സത്തും അദ്ദേഹം ഈ സൈനിക മേധാവികൾക്ക് നൽകിയിരിക്കുകയാണ്. തങ്ങളുടെ സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനിലെ സൈനിക താവളങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ അമേരിക്ക വ്യോമാക്രമണം ശക്തമാക്കി. ഡ്രോൺ മിസൈൽ കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നു. മാത്രമല്ല മേഖലയിലെ US കേന്ദ്രങ്ങൾക്ക് നേരെ ഇപ്പോൾ ഇറാൻ ശക്തമായുള്ള തിരിച്ചടി തുടരുന്നു. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോഴും അണിയറയിൽ നയതന്ത്ര നീക്കങ്ങൾ സജീവമായി നടക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾക്ക് വഴി തുറക്കുന്നതിനായിട്ട് 10 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ പാകിസ്ഥാനും ഖത്തറും മുന്നോട്ട് വച്ചിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇരുവിഭാഗവും ഇതിനോട് ഔദ്യോഗികമായിട്ട് പ്രതികരിക്കുന്നില്ല. തങ്ങൾക്ക് നേരെ നടക്കുന്നത് പൂർണ്ണതോതിലുള്ള യുദ്ധമാണ് എന്നാണ് ഇറാൻ അധികൃതർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ബോംബാക്രമണങ്ങളിൽ വൻ നാശനഷ്ടങ്ങളും കുടിവെള്ള വൈദ്യുതി വിതരണത്തിൽ തടസ്സങ്ങളും
ഇറാൻ്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. എന്നാൽ തങ്ങളുടെ ലക്ഷ്യം ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ മാത്രമാണ് എന്നും സിവിലിയന്മാരെ ഉപദ്രവിക്കുന്നില്ല എന്നുമാണ് വൈറ്റ് ഹൗസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം. അതേസമയം ഇറാനെതിരെയുള്ള അമേരിക്കൻ യുദ്ധശ്രമങ്ങൾക്ക് ഇതുവരെ $37.5 ബില്യൺ ചിലവായിട്ടുണ്ട് എന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെക്സത്ത് സെനറ്റ് അപ്രോപ്രിയേഷൻ കമ്മിറ്റി അറിയിച്ചിരിക്കുന്നു. മെയ് മധ്യത്തിൽ പെൻറ്റഗൺ കണക്കാക്കിയ $29 ബില്യൺ നിന്നാണ് ഈ തുക കുത്തനെ ഉയർന്നിരിക്കുന്നത്. എന്നാൽ താവളങ്ങൾക്കുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിർമ്മാണ ചെലവ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ യഥാർത്ഥ ബിൽ ഇതിലും ഉയർന്നേക്കാമെന്നാണ് സമിതി അംഗങ്ങൾ അടക്കം മുന്നറിയിപ്പ് നൽകുന്നത്. വൈറ്റ് ഹൗസിൻ്റെ മറ്റ് മുൻഗണനകൾ ഉൾക്കൊള്ളുന്ന $95 ബില്യൺ റിപ്പബ്ലിക്കൻ പാക്കേജിൻ്റെ ഭാഗമായിട്ട് $67 ബില്യൺ അടിയന്തര പ്രതിരോധ ഫണ്ടിങ്ങിനായിട്ട് ഭരണകൂടം നിയമനിർമ്മാതാക്കളിൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ്. യുദ്ധം 5ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ 17 അമേരിക്കൻ സൈനികരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത് മറക്കാതിരിക്കുക. ഈ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ നടുങ്ങി വിറങ്ങലിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നും മറക്കരുത്. ടെഹ്റാൻ്റെ തിരിച്ചടിയിൽ തകർന്ന് തരിപ്പണമാകുന്ന അമേരിക്കയെ കാണേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ അതിനിടയിൽ വൈറ്റ് ഹൗസിനെ വിറപ്പിച്ചുകൊണ്ട് പുതിയ സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ജനപ്രീതിയിൽ ട്രംപ് താഴേക്ക് പോകുന്നു. അപ്പോഴും പശ്ചിമേഷ്യയിൽ ഇങ്ങനെ ആ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നു. ആ യുദ്ധത്തിൽ ഇറാൻ ചോരക്കളമാകുന്നു. ഇറാനിൽ തീമഴ പെയ്യിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു.